ഹേയ്, അസ്സലാമു അലൈക്കും. അങ്ങനെ നമ്മുടെ പടച്ച റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ 10 ദിവസം ഇങ്ങ് എത്തിയിരിക്കുകയാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം. ഇന്ന് എനിക്ക് പറയാനുള്ളത് ഈ 10 ദിവസത്തിനെ കുറിച്ചാണ്. റമദാന് ശേഷം നിങ്ങളുടെ ഹൃദയം ഭാരം പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടാമത്തെ റമദാനാണ്. ഇത് രണ്ടാമത്തെ ചാൻസ് ആണ്. ഒരു സെക്കൻഡ് ചാൻസ് പോലെയാണ്. ചിലപ്പോൾ നമുക്ക് ഹജ്ജ് കർമ്മം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നമുക്കത് മിസ് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷേ ഈ 10 ദിവസം ഹജ്ജിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഈ ഒരു നിമിഷത്തിൽ നമ്മൾക്ക് ഹജ്ജ് ചെയ്യാൻ പോയവർക്ക് ഒന്ന് ദുആ ചെയ്യാം. ഹജ്ജ് ചെയ്യാൻ പോയ എല്ലാ ഭാഗ്യപ്പെട്ട മനുഷ്യന്മാർക്കും അള്ളാഹുവിൻ്റെ കരുണ ഉണ്ടാവട്ടെ. അവരെളുപ്പത്തിൽ ഹജ്ജ് പൂർത്തിയാക്കാനും അവരുടെ പാപങ്ങൾ പുറത്തെടുക്കുകയും ചെയ്യണേ റബ്ബേ. അവരെ പോലെ ഒരു നാൾ നമ്മൾക്കും ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം നീ തരണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സോ നമുക്ക് ഈ 10 ദിവസത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയാലോ. ഇവനിപ്പോ നമ്മളുടെ ഈമാന് ഒരുപാട് കുറവാണ് എന്ന് തോന്നിയാലും ഇത് നമുക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് ആണ്. ഫസ്റ്റ് നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നമ്മൾ ദുൽഹിജ്ജ് മാസത്തിലെ 9ാമത്തെ ദിവസം അറഫ ദിനത്തില് നമ്മൾ നോമ്പ് നോൽക്കുക എന്നുള്ളത്. പ്ലീസ് നിങ്ങൾ ഒരിക്കലും ആ ദിവസത്തെ നോമ്പ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് നഷ്ടപ്പെടുത്തരുത്. ഹദീസിൽ പറയുന്നുണ്ട്, നമ്മൾ അറഫ ദിനത്തിൽ നോമ്പെടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തു പോയ പാപങ്ങളും ഇനി വരാനിരിക്കുന്ന വർഷത്തിൽ ചെയ്തു പോയ പാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 വർഷത്തെ പാപം അത് പോയിരിക്കാണ്. ജസ്റ്റ് നമ്മൾ ഒരു ദിവസം നമ്മൾ അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്താൽ. സോ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ആ 9 ദിവസവും നമ്മൾ നോമ്പെടുക്കുക. നെക്സ്റ്റ് ടിപ്പാണ് നമ്മൾ നിരന്തരം തസ്ബീഹ് ചൊല്ലുക എന്നുള്ളത്. ഇപ്പം തന്നെ നമ്മൾ ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ, ഇവൻ നമ്മൾ വീട്ടു ജോലികൾ എടുക്കുകയാണെങ്കിൽ പോലും നമ്മളിത് പറയാം, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെയുള്ള ദിക്ർ നമ്മൾ പതിവാക്കുക. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ ഖുർആൻ ഓതുക എന്നുള്ളത്. നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങൾ ഓതുക. ജസ്റ്റ് ഒരു പേജ് ആണെങ്കിലും ഒരായത്താണെങ്കിലും. നമ്മൾ ഒരുപാട് ഓതിയിട്ട് ആത്മാർത്ഥത ഇല്ലെങ്കിൽ കാര്യമില്ല. സോ നമ്മൾ ഓതുന്നതിൽ കാര്യമാക്കാതെ നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്യുക. ഇനി 4ാമത്തെ ടിപ്പാണ്, നമുക്ക് പ്രതീക്ഷയുടെ വാതിലുകൾ തുറക്കപ്പെടാണ്. അതായത് നമ്മൾ പറ്റുന്നത്ര നമ്മൾ ദുആ ചെയ്യുക. എസ്പെഷ്യലി നമ്മൾ അറഫ ദിനത്തിൽ ദുആ ചെയ്യുക. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ബെസ്റ്റ് ദുആ എന്ന് പറയുന്നത് അത് അറഫ ദിനത്തിൽ ദുആ ചെയ്യുന്നതാണ്. നമ്മൾ അള്ളാഹുവിനോട് പൊരുത്തപ്പെടാനും സ്വർഗത്തിനായി പ്രാർത്ഥിക്കാനും നമ്മളുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ ശുദ്ധിയുള്ളതാക്കാനും അങ്ങനെ എന്തെല്ലാം നമ്മൾക്ക് ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ദുആ ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ തൗബ ചെയ്യാന്നുള്ളത്, റിപ്പൻറ്റ് ചെയ്യുക. നിങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു നാണക്കേടിൽ അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ അള്ളാഹുലേക്ക് തിരിച്ചു വരിക. ഡെയിലി നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈക് എന്ന് 100 പ്രാവശ്യം നമ്മൾ ചെല്ലുക. നമ്മളുടെ ഹൃദയം ഭാരം കുറയുന്നത് വരെ നമ്മൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇനി നെക്സ്റ്റ് ആണ് ഏറ്റവും കൂലിയുള്ള ദിക്ർ. അത് വേറൊന്നുമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു മാത്രം ആരാധനയ്ക്ക് യോഗ്യനായ ഒരു ദൈവവുമില്ല, പങ്കാളിയില്ല. അവനാണ് ആധിപത്യം, അവന് സ്തുതി, അവനെല്ലാം ചെയ്യാൻ കഴിവുള്ളവനും ആവുന്നു. ഈ ദിക്ർ അല്ലെങ്കിൽ തഹ്ലീലിനെ കുറിച്ച് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരാണോ ഈ ദിക്ർ ഒരു ദിവസം 100 തവണ ചെല്ലുന്നത് അവന് 10 അടിമകളെ മോചിപ്പിക്കുന്നതിന് തുല്യമായ പ്രതിഫലം ലഭിക്കുമെന്ന്. അവൻക്ക് 100 സൽക്കർമ്മങ്ങളെ രേഖപ്പെടുത്തുകയും അതേപോലെ തന്നെ 100 തിന്മകള് അവനിൽ നിന്ന് മായ്ക്കപ്പെടും. വൈകുന്നേരം വരുന്നത് വരെ അവന് പിശാചിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. സോ ഇതൊക്കെ നമ്മുടെ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് കാര്യമാണ് നമ്മൾ സദഖ ചെയ്യാന്നുള്ളത്. ജസ്റ്റ് വളരെ കുറച്ചാണെങ്കിലും പറ്റുമെങ്കിൽ നമ്മൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത് സഹായിക്കുക, അവരെ ചേർത്ത് പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ബിലവ്ഡ്, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ് ഈ 10 ദിവസത്തിലുള്ളത്. അത് റമദാനിലും കാട്ടിയും കൂടുതലാണ്. പക്ഷേ നമ്മുടെ റമദാനിലെ ആ 10 രാത്രികൾ ഒഴിച്ച് സോ ഒരിക്കലും നമ്മളിത് വേസ്റ്റ് ആക്കാൻ പാടില്ല. രാത്രി സമയങ്ങളിൽ പറ്റുമെങ്കിൽ നമ്മൾ നേരത്തെ ഉറങ്ങാൻ നോക്കുക, തഹജ്ജുദിന് എണീക്കുക, പടച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റിനും വേണ്ടിക്കും അല്ലാതെയും. ആൻഡ് വൺസ്
ഒരിക്കലും ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ കുറച്ചെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ ആ ഈമാൻ്റെ ആ ഒരു മധുരം നമ്മൾ തിരിച്ചറിയും. അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ വിട്ടുപോവില്ല. സോ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് നമുക്കത് തുടങ്ങി കിട്ടാനുള്ളതാണ്. വൺസ് നമ്മൾ തുടങ്ങിയാൽ ഇറ്റ് വിൽ ബി ഈസി. അത് എളുപ്പമായിരിക്കും പിന്നെ. കാരണം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം നമ്മളുടെ മനസ്സിലിങ്ങനെ പതിയാൻ തുടങ്ങും. ഒരിക്കലും നമുക്ക് അന്നേരം വിട്ടുപോകാൻ തോന്നില്ല. നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലായാലും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈവിട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഈ 10 ദിവസത്തിനോടെ നമുക്ക് അള്ളാഹുവിനോട് ഒരുപാട് ക്ലോസ് ആവാൻ പറ്റട്ടെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്തായിട്ടും നമുക്ക് അതിൻ്റെ റിസൾട്ട്, ആ ഫലം നമ്മൾക്ക് ലഭിക്കും. സോ ഒരിക്കലും ഈ ഒരു 10 ദിവസം വെറുതെ കളയരുത്. ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ള കാര്യം, ഇത് അത്രയും പ്രഷ്യസ് ആണ്, അത്രയും മൂല്യമുള്ള ദിവസങ്ങളാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തും. പറ്റുമെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്കെല്ലാവർക്കും നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മൾക്ക് ചെയ്യാൻ കഴിയട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും.